ലോട്ടറിയുടെ മേൽ GST വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേരള ഭാഗ്യക്കുറിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സെപ്റ്റംബർ 15-ന് രാജ്ഭവനിലേക്ക് ഏജന്റന്മാരും തൊഴിലാളികളും മാർച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 15-ന് തന്നെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. 1967 EMS സർക്കാരാണ് കേരള ഭാഗ്യക്കുറിക്ക് തുടക്കം കുറിച്ചത്. അത് പേപ്പർ ലോട്ടറി ആയിരുന്നു. അതിനൊരു നിയമവ്യവസ്ഥയും അന്നത്തെ സർക്കാർ കൊണ്ടുവന്നു. അന്ന് ലക്ഷ്യമിട്ടത് പാവപ്പെട്ടവർക്കൊരു തൊഴിൽ, ഒപ്പം ലോട്ടറി വിറ്റ് കിട്ടുന്ന ലാഭം വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണം. ഇത് രണ്ടുമാണ് അന്നു മുതൽ ഇന്നു വരെ കേരള ഭാഗ്യക്കുറിയെ സംബന്ധിച്ചിടത്തോളം നടപ്പാക്കി വന്നിട്ടുള്ളത്. അന്ന് തന്നെ ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു. കേരള ഭാഗ്യക്കുറി ഇല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റും അതിൽ 500-ലേറെ ജീവനക്കാരും ആവശ്യമില്ല. അങ്ങനെയാണ് കേരള ഭാഗ്യക്കുറി നടന്നു വരുന്നത്. പിന്നീടാണ് കേന്ദ്ര നിയമം വരുന്നത് 1998-ൽ. ആ നിയമത്തിലെ വ്യവസ്ഥകൾ 67-ൽ കേരളത്തിൽ ആരംഭിച്ച ലോട്ടറിക്ക് അതിൻ്റെ വ്യവസ്ഥകൾക്ക് സമാനമായിരുന്നു. അപ്പോൾ എല്ലാ നിയമവ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് സർക്കാർ നേരിട്ട് നടത്തുന്ന പേപ്പർ ലോട്ടറിയാണ് കേരള ഭാഗ്യക്കുറി. GST 40% ഉയർത്തിയതോടെ കേരള ഭാഗ്യക്കുറി ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. GST 2017-ലാണ് നിലവിൽ വന്നത്. അന്ന് 12% മാത്രമായിരുന്നു ലോട്ടറിയുടെ മേൽ ഏർപ്പെടുത്തിയ നികുതി. അന്നും ഏറ്റവും കൂടിയ നികുതി 40%. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, നികുതി പരിഷ്കരണം GSTയുടെ കാര്യത്തിൽ വരുത്താൻ പോവുകയാണ്. അത് പാവങ്ങളെ സഹായിക്കാനാണ്. പക്ഷെ ലോട്ടറിയുടെ കാര്യത്തിൽ ഭിന്നശേഷിക്കാരും വൃദ്ധരും രോഗികളുമായ പാവങ്ങൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ യഥാർത്ഥത്തിൽ GST ഏറ്റവും കൂടിയ നികുതി ഏർപ്പെടുത്തിയത് മൂലം പ്രധാനമന്ത്രിയുടെ വാക്കിന് യാതൊരു വിലയും ലോട്ടറി മേഖലയിൽ ഉണ്ടായില്ല. അത് ലോട്ടറി മേഖലയിലുള്ളവരെ കഷ്ടപ്പെടുത്തുന്നതായി അത് മാറി. ഞങ്ങൾ എല്ലാ ട്രേഡ് യൂണിയനുകളും, ലോട്ടറി മേഖലയിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും, 9 ട്രേഡ് യൂണിയനുകളുണ്ട്. ഈ ജില്ലയിലുള്ള ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളാണ് ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളത്. CITU, INTUC, AITUC, KTUC-M, KLTA, KLAWA, KLA, KLVSCU തുടങ്ങിയിട്ടുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്നിട്ടാണ് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് കേരള ഭാഗ്യക്കുറിയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 6 അംഗങ്ങളടങ്ങുന്ന ഒരു നിവേദക സംഘം ഡൽഹിയിൽ ധനമന്ത്രിയെ കാണുകയുണ്ടായി. കേരള ഭാഗ്യക്കുറിയെ ഈ GST വർധനവ് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യം ധനമന്ത്രിയെ ധരിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ മാത്രമല്ല, 8 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും ലോട്ടറിയുടെ നികുതി 40% ഉയർത്തരുത് എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഏറ്റവും കൂടിയ നികുതിയാണ് 40%. അത് ലോട്ടറിക്ക് ബാധകമാക്കേണ്ട ഒരു കാര്യവും ഇന്നിപ്പോൾ ഇല്ല. അതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് ഏജന്റുമാർക്കും തൊഴിലാളികൾക്കും 50 രൂപയുടെ ഒരു ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന കമ്മീഷൻ നേർപാതിയായി കുറയും. നികുതി 40% ആയാൽ സെപ്റ്റംബർ 22 മുതൽ
ഏജന്റുമാരും വിൽപ്പനക്കാരും ഏതാണ്ട് 4 രൂപയോളം നികുതിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ ഫലത്തിൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ ഏജന്റിനാണെങ്കിൽ ഒരു 4 രൂപ 50 പൈസയാവും. നേരത്തെ 8 രൂപ 50 പൈസ ഉണ്ടായിരുന്നതാണ് 4 രൂപ 50 പൈസയായി കുറയുന്നത്. വിൽപ്പനക്കാർക്കാണെങ്കിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലും സ്ഥാപനങ്ങളിലും നടന്നുപോയി വിൽപ്പന നടത്തുന്ന തൊഴിലാളികളാണെങ്കിൽ അവർക്ക് 7 രൂപ 35 പൈസ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 3 രൂപ 35 പൈസയായിട്ട് കുറയും. ഇത്തരം ഒരു സ്ഥിതിവിശേഷമാണ് തൊഴിലാളികൾക്കും ഏജന്റുമാർക്കും നേരിട്ട് ബാധകമാകുന്നതെങ്കിൽ ലോട്ടറി മേഖലയിലെ പണം ഉപയോഗിച്ച് ധാരാളം ക്ഷേമനിധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം അവതാളത്തിലാവും. വിറ്റുവരവിൻ്റെ 1% ഒരു കൊല്ലം ഏതാണ്ട് 120 കോടി ഉറുപ്പിക വരും. ആ 120 കോടി ഉറുപ്പിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ലോട്ടറി തൊഴിലാളികൾക്ക് മാത്രം ഗവൺമെൻറ് കൊടുക്കുകയാണ്. പെൻഷൻ, ബോണസ്, മരണാനന്തര കുടുംബസഹായം, ചികിത്സാ ധനസഹായം, വിദ്യാഭ്യാസ ധനസഹായം, വിവാഹ ധനസഹായം, ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ, ലോട്ടറി അംബർല, യൂണിഫോം തുടങ്ങി മറ്റു ക്ഷേമനിധികളിൽ നിന്ന് വ്യത്യസ്തമായി ലോട്ടറി തൊഴിലാളികളുടെ അവശത കണക്കിലെടുത്ത് നിരവധി ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ ക്ഷേമനിധി ബോർഡ് നൽകി വരുന്നത്. ഈ വിറ്റുവരവ് 120 കോടി രൂപ എന്നുള്ളത് കുറയുമ്പോൾ സ്വാഭാവികമായും ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പലതും ഇല്ലാതാവും. ഈ അടുത്ത ദിവസം ക്ഷേമനിധി ബോർഡ് തീരുമാനിച്ച ഒരു ആനുകൂല്യമാണ് ലോട്ടറി തൊഴിലാളികളിൽ വീടില്ലാത്തവർക്ക് വീട് നൽകാൻ. 163 വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർവഹിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രയാസപ്പെടും. ഇതിൻ്റെ മറ്റൊരു ഭാഗം ലോട്ടറി വിറ്റ് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ടാണ് കാരുണ്യ ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ളത് നൽകി വരുന്നത്. ബെനവലന്റ് ഫണ്ടായാലും നേരിട്ട് ആശുപത്രികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സഹായമായാലും ഏതാണ്ട് 10-20 ലക്ഷത്തിലേറെ വരുന്ന ആളുകൾക്ക് 7708 കോടി രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ഇതിനകം സർക്കാർ നൽകി കഴിയും. അപ്പോൾ കാരുണ്യ ചികിത്സാ പദ്ധതിയും അവതാളത്തിലാവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്. അതുകൊണ്ട് കേരള ഭാഗ്യക്കുറി, സർക്കാർ നടത്തുന്ന ഭാഗ്യക്കുറി, പേപ്പർ ലോട്ടറി, എല്ലാ നിയമവ്യവസ്ഥയും പാലിച്ചുകൊണ്ട് നടത്തുന്ന ലോട്ടറി പ്രയാസകരമായ രീതിയിലേക്ക് മാറ്റുന്ന ഈ GST വർധനവ് പിൻവലിക്കണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെപ്റ്റംബർ 15-ന് രാജ്ഭവൻ മാർച്ചും കണ്ണൂരിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും നടത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ അതത് ജില്ലകളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലുള്ള മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയും ചെയ്യും. ഈ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ന്യായമായ ഈ ആവശ്യം പരിഗണിക്കുന്നില്ലെങ്കിൽ പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ പാർലമെൻറ്റ് മാർച്ച് അടക്കം സംഘടിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ആലോചിച്ചിട്ടുള്ള കാര്യം.